പ്രിയമുള്ളവരെ, ആധുനിക ചിന്താധാരയും ഇവിടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൈത്രേയനെ, അതായത് യുവജനങ്ങളുടെയും പുരോഗമന ചിന്താഗതിക്കാരുടെയും ഹൃദയം കീഴടക്കിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ നവോത്ഥാന നായകനായ മൈത്രേയനെ ആക്രമിച്ചും ആക്ഷേപിച്ചും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം വർഗീയ ഫാസിസ്റ്റുകളുടെ ആ മുഖം മൂടി ഒന്ന് പരിശോധിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തെ മൈത്രേയനെ ഈ വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാർക്ക്, ഈ രാക്ഷസന്മാർക്ക് മനസ്സിലാവില്ല. അദ്ദേഹത്തെ മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ കേരളത്തിലെ നവോത്ഥാന നായകരായിരുന്ന, അതായത് ഒരമ്പലം കത്തിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചുവെന്നും സർ CP-യെ ഈ നാടിനാവശ്യമില്ലെന്നും അയാൾ പോയാലല്ലാതെ ഈ നാട് നന്നാവില്ലെന്നും ഉറക്കെ പ്രഖ്യാപിച്ച സി കേശവൻ ജീവിച്ചിരുന്നുവെങ്കിൽ സി കേശവന് മനസ്സിലാകുമായിരുന്നു മൈത്രേയൻ ആരായിരുന്നുവെന്നും ആരാണെന്നും. അതുപോലെ തന്നെയാണ് സഹോദരനയ്യപ്പന്. നിങ്ങൾക്കറിയാം, ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ടത് കാണിച്ചു തന്ന് സകലമാന മനുഷ്യരെ ചേർത്ത് പന്തി ഭോജനം നടത്തിയ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ സഹോദരനയ്യപ്പൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു മൈത്രേയൻ ആരാണെന്ന്. അതുപോലെ തന്നെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന് എഴുതിയ വയലാർ രാമവർമ്മ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു മൈത്രേയൻ ആരായിരുന്നുവെന്ന്. മൈത്രേയൻ പെണ്ണുങ്ങളുമായി കാമകേളി നടക്കുന്ന ഒരു വെറും ലൈംഗിക തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രവർത്തിച്ച, ഗതിയില്ലാത്ത മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച, അവരെ കയ്യും മെയ്യും അനങ്ങാതെ അവരെ വിറ്റ് കാശാക്കി തിന്ന് ജീവിച്ച മൈത്രേയനെ അടിക്കണം എന്നുവരെ തുള്ളുന്ന ഈ വർഗീയ കോമരങ്ങളോട് ഞാനൊരു ചരിത്രം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതായത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന സകല രാജാക്കന്മാരും നൂറുകണക്കിന് വെപ്പാട്ടിമാരെ വെച്ച് വാഴിച്ചുകൊണ്ടേയിരുന്നു. അവരുടെയൊക്കെ കൊട്ടാരങ്ങളിൽ വെപ്പാട്ടിമാരായിരുന്നു. അതായത് ഭാരതത്തിലെ ഏതാണ്ട് 565 നാട്ടു രാജാക്കന്മാരുടെ വെപ്പാട്ടിമാരായിരുന്ന, അവരുടെ പാരമ്പര്യത്തിൽ ജീവിച്ച, അവരുടെ പാരമ്പര്യത്തിൽ പിറന്ന് ഇവിടെ സ്മാർത്ഥ വിചാരവും ശവഭോഗം വരെയുള്ള ദുരാചാരങ്ങളും ആചാരങ്ങളും നടത്തി സ്ത്രീകളെ വീട്ടിൽ നിന്നൊരാഴ്ചയ്ക്ക് പുറത്താക്കും മിനിസ്റ്റീരിയൽ പീരീഡിൽ. അതിനുശേഷം മാത്രമേ അവർ വീട്ടിൽ കയറ്റുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു പുരുഷൻ്റെ മുഖത്തൊന്ന് നോക്കിയോ ഒരു പുരുഷനുമായി സ്പർശിക്കുകയോ ചെയ്താൽ സ്മാർത്ഥ വിചാരം നടത്തി സാധനങ്ങളെന്ന് വിളിച്ച് ആക്ഷേപിച്ചവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആ വർഗീയ ഫാസിസ്റ്റുകൾക്ക് മൈത്രേയൻ എന്ന് പറയുന്ന പുരോഗമന ചിന്താഗതിക്കാരനെ അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകളെ മൂടുപടം ധരിപ്പിച്ച് വീട്ടിലിരുത്തി അവരെ അവിടെ ഇരുത്തിയിട്ട് മറ്റുള്ളവരെ എല്ലാം വീടുകളിൽ പോയി വ്യഭിചരിച്ച് നടക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റുകൾക്കും ഈ മൈത്രേയനെ മനസ്സിലാവില്ല. കാരണം അവരുടെ ചിന്താഗതി അതാണ്, അവരതാണ് പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ നല്ല കുടുംബസ്ഥന്മാരാണ്, കുടുംബപരമായി ജീവിക്കുന്നവരാണ്, സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്ന മൈത്രേയൻ പെണ്ണുപിടിയനാണെന്നും അയാൾ പെൺകോന്തനാണെന്നും ഒക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മൈത്രേയൻ പ്രപഞ്ചനീതിക്കനുസരിച്ച് ജീവിക്കുന്നവനാണ്. അതായത് ജീവിതകാലം മുഴുവൻ ഒരു 40-50 വർഷക്കാലത്തേക്ക് ഒരു ഭാര്യയെയും കൊണ്ട് ജീവിക്കണമെന്ന് ഇവിടെ മതതത്വശാസ്ത്രങ്ങളിലല്ലാതെ ഇവിടെ പ്രപഞ്ചത്തിൽ അങ്ങനൊരു നീതിയില്ല. അതറിയണമെങ്കിൽ ട്രംപിനെ കെട്ടിപ്പിടിക്കുന്ന ഇവിടുത്തെ കടുത്ത യാഥാസ്ഥിതികനായ മോദി ചെന്ന് ട്രംപിനെ കെട്ടിപ്പിടിക്കുന്ന അമേരിക്കയിലെ സംസ്കാരം നമ്മളൊന്ന് നോക്കണം.
ഇവിടെ ജാതകം നോക്കി കല്യാണം കഴിപ്പിച്ച് 5-6 വർഷത്തിനുള്ളിൽ അടിച്ച് പിരിഞ്ഞ് അതിനുശേഷം ഡൈവോഴ്സും നേടി അതിനുശേഷം വ്യഭിചാര ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഇവിടെ വ്യഭിചരിച്ച് കുളവാക്കുന്ന ഇവിടെ ദമ്പതിമാരുടെ 50% വരെ ദമ്പതിമാരുടെ നാടാണിത്. മാത്രമല്ല ജാരാരോപണം നടത്തി, അതായത് പരപുരുഷ ബന്ധം ആരോപിച്ചും പരസ്ത്രീ ബന്ധം ആരോപിച്ചും ഭർത്താക്കന്മാരെ വിഷം കൊടുത്തും ഭാര്യമാരെ വിഷം കൊടുത്തും വെട്ടിക്കൊന്നും ശീലിക്കുന്ന ഈ നാടല്ല അവിടുത്തെ നാട്. ആ അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ട്രംപിൻ്റെ നാട്ടിൽ 4-5-10 വർഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് 1-2 കുട്ടികളും ഉണ്ടെങ്കിൽ അവർ പരസ്പരം പറയണേ നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇയാളുമായിട്ട് സഹിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്കൊന്ന് പിരിയാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പിരിയുകയും അവരുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏർപ്പാടുകൾക്ക് ശേഷം അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു പോവുകയും എന്നാൽ മരണം വരെ അവർ സുഹൃത്തുക്കളായിരിക്കുകയും ചെയ്യുന്ന സംസ്കാര സമ്പന്നമായ നാടുകളിലുള്ളവർക്ക് മാത്രമേ മൈത്രേയനം മനസ്സിലാകുകയുള്ളൂ. ഇവിടുത്തെ ഈ പർദ്ദ പുതപ്പിച്ച് പെണ്ണുങ്ങളെ വീട്ടിലെത്തി ജീവിക്കുന്നതിൻ്റെ കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതിന് മുമ്പ് ഇവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീയെ, കവയിത്രിയെ, മഹാസാഹിത്യകാരിയായ, അതായത് എൻ്റെ കഥ എന്നവരുടെ ആത്മകഥയിലൂടെ ഈ ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ എന്ന സാഹിത്യകാരിയായി തീർന്ന ലോക പുരുഷവർഗത്തെ ഞെട്ടിച്ചു കളഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഫെമിനിസത്തിൻ്റെ അമരക്കാരിയായ ആ സ്ത്രീയെ വഞ്ചിച്ചതാരാണ്? നിങ്ങളുടെയൊക്കെ, അതായത് ആ വീഡിയോയിൽ നിന്ന് കുരയ്ക്കുന്നവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മുഹമ്മദ്, എൻ്റെ മുഹമ്മദ് മറ്റവനെ, ആ എത്ര സ്ത്രീകളെയാണ് നിങ്ങൾ വഞ്ചിച്ചിട്ടുള്ളത്? മാധവിക്കുട്ടിയെ വഞ്ചിച്ചില്ലേ? നിങ്ങളുടെ സമുദായത്തിൽ മാന്യമായിട്ട് സാമൂഹ്യ പരിഷ്കർത്താവായി ജീവിച്ച ചേകന്നൂർ മൗലവി എവിടെയാണ്? ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? ACB വന്ന് 100 കണക്കിന് മണിക്കൂർ തോണ്ടിയിട്ട് പോലും ശവം കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത വിധം അന്വേഷണ ഏജൻസികളെ മുട്ടിച്ച് ആ കേസ് തന്നെ തെളിയിച്ച മൗലവിയെ കൊന്നത് ആരാണ്? പുരോഗമനവാദികളായ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇവിടെ വളർന്നു വരാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? കൊന്നൊടുക്കി കൊല വിളിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ മൈത്രേയൻ ഒരു 10 വർഷം കൂടി കേരളത്തിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടായ നിങ്ങളുടെയൊക്കെ ഈ മതസംസ്കാരം, ഈ വർഗീയ ഭ്രാന്ത് ഇവിടെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പുരോഗമനവാദവും യുവജനങ്ങളും നിങ്ങളെ ഈ ഭൂമുഖത്തു നിന്ന് കടപുഴക്കേറി, ഈ കേരള മണ്ണിൽ നിന്ന് കടപുഴക്കേറിയും അങ്ങനെ ഭയന്നോടി വന്ന് നിങ്ങളെ വിളിച്ചു പോകുമ്പോൾ നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നല്ല കുടുംബസ്ഥനാണെന്നും കുടുംബ പാരമ്പര്യവും കുടുംബം സംസ്കാരവും പറയുന്ന തന്നോട് ഞാനൊന്ന് ചോദിക്കുക, തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്താൽ, അതായത് അല്ലെങ്കിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ തൻ്റെ ഭാര്യയ്ക്കിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ പോലുള്ളവരുടെ ഭാര്യമാരിൽ നിന്ന് അന്യപുരുഷ ബന്ധങ്ങളുടെ കഥ പുറത്തു വരില്ലെന്ന് നിനക്കൊക്കെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടൊന്ന് പറയാവോ? പോട്ടെ, തന്നെയൊക്കെ പിടിച്ച്, താനൊക്കെ വലിയ സംസ്കാരം പ്രഖ്യാപിക്കുന്ന തന്നെയൊക്കെ പിടിച്ച് ഹിപ്നോട്ടൈസ് ചെയ്താൽ, നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നിങ്ങളാരും ഒരു സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്താത്തവരോ മറ്റോ പരിശുദ്ധ പുണ്യാളന്മാരാണെന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? കഴിയില്ല. ഇവിടെ പുരോഗമനവാദികളെ മുഴുവൻ ഒന്നടങ്കം നശിപ്പിച്ച് കൊന്നൊടുക്കി നിങ്ങളുടെയൊക്കെ വർഗീയ ഫാസിസം ഇവിടെ എത്ര കാലം, നൂറ്റാണ്ടുകളോളം കാലവും ഇനിയും കൊണ്ടുപോകാമെന്ന് കരുതുന്ന ഈ AP മുഹമ്മദിനെയും അതുപോലെ കൂടിരുന്ന് സംസാരിച്ച വർഗീയ ഫാസിസ്റ്റുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മതമെന്ന് പറയുന്നത്, നിങ്ങളുടെ മതവും മതസംസ്കാരവും അധാർമികതയും നശിച്ച് നാരായണക്കല്ല് വേണ്ടിയിടാൻ ഇനി ഒരു 10-50 വർഷം പോലും വേണ്ടി വരില്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ തകർത്ത് വരാൻ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്തും ഏത് വിധത്തിലും കൂട്ടിക്കൊടുത്തും മറ്റും പണമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം ജീവിച്ച് പണക്കാരായി തീർന്നിട്ട് ഈ ഗതികെട്ടവരെ, പണമില്ലാത്തവരെ, കഷ്ടപ്പെടുന്നവരെ, അവർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഈ മൈത്രേയനെ ആക്ഷേപിക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?
വരും തലമുറകൾ ഇവിടെ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന സകല മതങ്ങളെ നശിപ്പിക്കുന്ന റോബോട്ട് സംവിധാനത്തിൽ ആ റോബോട്ടുകളുടെ ഉസ്താദുകളായി മാറി അവരെ നിയന്ത്രിക്കാൻ പോകുന്ന ജനസമൂഹത്തിന് ഇവിടുത്തെ യുവജനങ്ങൾക്ക് നിങ്ങളുടെ യുവജനങ്ങൾക്കും പുരോഗമവാദികൾക്കും നിങ്ങളുടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഈ വർഗീയ ഫാസിസം ഇവിടെ ആവശ്യമില്ലെന്ന് നിങ്ങളെ മൂടോടെ വലിച്ചെറിയും എന്ന കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ കണ്ടറിയേണ്ടി വരും. ഒരു 50 വർഷക്കാലത്തിനുള്ളിൽ തന്നെ ഇവിടെ സകല മതങ്ങൾക്കും മതവർഗീയ ഫാസിസ്റ്റുകൾക്കും അത് ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ തലമുറകൾക്ക് ന്യൂ ജനറേഷന് കഴിയുമെന്നും അതിനുവേണ്ടി സകല ന്യൂ ജനറേഷൻ കുട്ടികളും തയ്യാറാകണമെന്നും ഈ മതപഠനത്തിൽ നിന്ന് മോചിതരായി ധാർമ്മികവും സാംസ്കാരികവും പ്രാപഞ്ചിക നീതി നടപ്പാക്കണമെന്നും അവരോട് ഞാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മിസൈൽ മാൻ എന്ന് പറയുന്ന അബ്ദുൽ കലാമിനെ ഇവിടെ മഹാനെന്ന് വിളിച്ചില്ലെന്നും രാജ്യദ്രോഹിയെന്ന് മൈത്രേയൻ പറഞ്ഞെന്നും ഞാനത് കേട്ടില്ല മൈത്രേയൻ പറഞ്ഞത്. എങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ ശാസ്ത്രമെന്ന് പറയുന്നത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, മാനവരാശിയെ കൊന്നൊടുക്കാനല്ല. അതിനുവേണ്ടി മൈത്രേയനെ ആക്ഷേപിക്കുന്നവരോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അബ്ദുൽ കലാം കണ്ടുപിടിച്ച മിസൈൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വീണ് പൊട്ടിയാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റവരും കുടുംബവും കുട്ടികളും മരിച്ചു വീണ് അല്ലെങ്കിൽ അവർ പട്ടിണി കിടന്നും പിന്നെ രോഗങ്ങൾ ബാധിച്ചും മിസൈൽ ദുരന്തം അനുഭവിച്ച് ഒരു തലമുറ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിൻ്റെയൊക്കെ തലമുറ നശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അദ്ദേഹം അബ്ദുൽ കലാം മഹാനല്ല, അദ്ദേഹം രാജ്യദ്രോഹി തന്നെയാണ്, ജനദ്രോഹിയാണ്. ജനങ്ങളെ കൊന്നൊടുക്കുന്ന ആ ആയുധം കണ്ടുപിടിച്ച അയാളൊന്നും ഇവിടെ മഹാനാണെന്ന് വരും തലമുറകൾ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്ന് തന്നെ AP അഹമ്മദിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ന്യൂ ജനറേഷനോട് കുട്ടികളെ ഈ അധമ സംസ്കാരത്തെയും അധമ മാർഗത്തെയും ഇല്ലാതാക്കി മാനുഷികതയും മാനവ സംസ്കാരം ഉയർത്തിപ്പിടിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുഡ് ബൈ.